റാപ്പർ വേടനെതിരെ NIAക്ക് പരാതി. പാട്ടിലൂടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധിക്ഷേപിച്ചുവെന്നാണ് ആരോപണം. പാലക്കാട് നഗരസഭയിലെ BJP കൗൺസിലർ മിനി കൃഷ്ണകുമാറാണ് പരാതി നൽകിയത്. അതായത് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയെ കപടദേശവാദി എന്നാണ് റാപ്പ് സംഗീതത്തിൽ ആലപിച്ചുകൊണ്ടിരിക്കെ വേടൻ പരാമർശിച്ചുകൊണ്ട് പറഞ്ഞിരിക്കുന്നത്. ഇത് ഒരു കലാകാരന് എന്ന നിലയിൽ അദ്ദേഹം ഒരു സോഷ്യൽ ഇൻഫ്ലുവൻസറാണ്. അപ്പോൾ അദ്ദേഹം അഭിസംബോധന ചെയ്യുന്ന അത്രയധികം ലക്ഷക്കണക്കിന് ആളുകളുടെ മുമ്പാകെയാണ് അദ്ദേഹം ഇത് പറഞ്ഞിരിക്കുന്നത്. ഇത് വളരെ വൈകിയാണിത് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടതെങ്കിലും അത് ശ്രദ്ധയിൽപ്പെട്ട ഉടനെ നമ്മൾ ആഭ്യന്തര മന്ത്രാലയത്തിനും NIAക്കും പരാതി കൊടുക്കുകയുണ്ടായി. അതെന്ന് വെച്ചാൽ അതിൻ്റെ പശ്ചാത്തലം എന്തായാലും അംഗീകരിക്കണം. ജാതീയമായിട്ടുള്ള വേർതിരിവുകൾ അദ്ദേഹത്തിൻ്റെ സംഗീതത്തിലൂടെ പുറത്തു വരുന്നുണ്ട്. ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ ഒരു ജാതീയമായിട്ടുള്ള വേർതിരിവുകൾ നടത്തേണ്ട ഒരു ആവശ്യകതയുമില്ല. ഇന്ന് അടിമത്ത വ്യവസ്ഥിതിയൊന്നുമില്ല. ശ്രീകുമാരൻ വിവരങ്ങളുമായി ചേരുന്നു. ശ്രീത്ത്, ഇത് വോയിസ് ഓഫ് വോയിസ്ലെസ് എന്ന് പറയുന്ന വേടൻ്റെ ഹിരൺദാസ് മുരളിയുടെ ആദ്യ ആൽബമാണ്, ആദ്യ പാട്ടാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് 5 വർഷത്തിനിപ്പുറം ഒരു പരാതി എന്നതിനെ പറ്റി പറയുന്നത്? അപ്പോൾ ജാതീയമായ വേർതിരിവുകൾ പാടുന്നതാണ് പ്രശ്നം എന്ന് തന്നെയാണോ കൗൺസിലർ പറയുന്നത്? അതുതന്നെയാണ് എന്ന് നമുക്ക് നിസ്സംശയം പറയാം. നമുക്കറിയാം വേടൻ്റെ റാപ്പ് സംഗീതമെല്ലാം ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ് കൂടിയാണ്. അതിൻ്റെ ഭാഗമായി 5 വർഷം മുൻപ് വേടൻ്റെ ആദ്യകാല സംഗീതമാണ് അത് മോദിയെ കപടദേശവാദി എന്ന് വിളിച്ചിരിക്കുന്ന ആ ഒരു സംഗീതം അല്ലെങ്കിൽ ആ ഒരു പാട്ട് ഒരു സ്റ്റേജ് ഷോയിൽ വേടൻ പാടിയത്. അത് ഏതാണ്ട് 5 വർഷങ്ങൾക്ക് മുൻപാണ്. അത് ഇപ്പോൾ BJP അനുകൂല സംഘപരിവാർ അനുകൂല ചാനൽ അത് വാർത്തയാക്കുന്നു. അതിനുശേഷം പൊടുന്നനെ തന്നെ NIAക്ക് ഒരു പരാതി എന്ന തരത്തിൽ RSS നേതാക്കൾ പോകുന്നു. നമുക്കറിയാം കഴിഞ്ഞ ദിവസം KP ശശികല ഹിന്ദു ഐക്യവേദിയുടെ നേതാവ്, അവർ കൃത്യമായ രീതിയിൽ വേടനെ വളരെ മോശമായ രീതിയിൽ ചിത്രീകരിച്ചുകൊണ്ട് സ്റ്റേറ്റ്മെന്റ് ഇറക്കിയിരുന്നു. പാലക്കാട് വെച്ച് തന്നെയാണ് അവരുടെ ആ ഒരു പ്രസ്താവനയും ഉണ്ടായിരുന്നത്. ഇതിനെതിരെ DYFI പരാതി നൽകിയിട്ടുണ്ട്. ഇക്കാര്യത്തിൽ പോലീസ് നിയമോപദേശം തേടിക്കൊണ്ടിരിക്കുകയാണ്, കേസെടുക്കണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ. ആ ഒരു സാഹചര്യത്തിലാണ് വേടനെതിരെ ഇത്തരം ഒരു പരാതി എന്നതുകൂടി കാണാതിരുന്നുകൂടാ. വേടൻ പ്രധാനമന്ത്രിയെ കപടദേശവാദി എന്ന് വിളിച്ചു എന്നാണ് ഈ ഒരു ഘട്ടത്തിൽ മിനി കൃഷ്ണകുമാർ പറയുന്നത്. അത്തരത്തിൽ ആ സംഗീതത്തിലൂടെ പ്രധാനമന്ത്രിയെയും ദേശത്തെയും വേടൻ അപമാനിച്ചിരിക്കുകയാണ്. ദേശീയ അന്വേഷണ ഏജൻസിക്ക് പരാതി കൊടുക്കുന്നത് എന്തുകൊണ്ടാണ്? അതൊരു ഭീകരവാദ പ്രവർത്തനമാണ് എന്ന് വിശ്വസിക്കുന്നുണ്ടോ അവിടുത്തെ BJP കൗൺസിലർ? സ്വാഭാവികമായി BJPക്കാർ അങ്ങനെ വിശ്വസിക്കുന്നുണ്ടാകും. അല്ലെങ്കിൽ അവർ ദേശീയ അന്വേഷണ ഏജൻസി ഒരു കേസെടുത്താൽ മാത്രമാണ്, അല്ലെങ്കിൽ അവർ അന്വേഷിച്ചാൽ മാത്രമാണ് ഇത്തരത്തിലൊരു കേസ് എടുക്കുകയുള്ളൂ എന്ന് അവർക്ക് തോന്നിയിട്ടുണ്ടാകും. ഈ ഒരു സാഹചര്യത്തിൽ വേടനെതിരെ അത്തരത്തിലൊരു കേസെടുക്കാൻ കേരള സർക്കാർ തയ്യാറാകില്ല എന്ന്, അല്ലെങ്കിൽ പോലീസ് തയ്യാറാകില്ല എന്ന് അവർ കരുതിയിട്ടുണ്ടാകാം. അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ദേശീയ അന്വേഷണ ഏജൻസി എന്ന തരത്തിലേക്ക് തന്നെ സമീപിച്ചിട്ടുണ്ടാകുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം NIAയുടേതാണ്. പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റുകളും പൊളിറ്റിക്കലായിട്ടുള്ള സംഗീതങ്ങളും ഒക്കെ നമ്മുടെ നാട്ടിൽ ഒരുപാടുണ്ട്. അതിൻ്റെ ഭാഗമായുള്ള സ്റ്റേറ്റ്മെന്റുകൾ വേടന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. എന്തായാലും പ്രധാനമന്ത്രിയെ കപടദേശീയവാദി എന്ന് വിളിച്ചത് ഒരു ദേശവിരുദ്ധ പ്രവർത്തനമാണോ അല്ലയോ എന്ന കാര്യത്തെക്കുറിച്ച് ദേശീയ അന്വേഷണ ഏജൻസിയാണ് തീരുമാനിക്കേണ്ടത്, അല്ലെങ്കിൽ കോടതിയാണ് തീരുമാനിക്കേണ്ടത്. ഇക്കാര്യത്തിൽ NIA കേസെടുക്കുമോ എന്നാണ് ഇനി അവർ ഉറ്റുനോക്കുന്നത്. പക്ഷേ പരാതി നൽകിയിരിക്കുന്നത് BJPയുടെ കൗൺസിലറാണ്. സ്വാഭാവികമായി കേസെടുക്കാതിരിക്കാൻ NIAക്ക് കഴിയുമോ എന്നാണ് ഇനി നമ്മൾ കണ്ടറിയേണ്ടത്.